പാർലമെന്റിൽ പ്രതിപക്ഷം വിഷയങ്ങൾ ഉന്നയിക്കുന്നത് നാടകമല്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വാദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി നൽകി. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം, SIR, ഡൽഹിയിലെ വർദ്ധിച്ചുവരുന്ന വായുമലിനീകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനു മുന്നോടിയായി പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസ്താവനകളോടുള്ള ശക്തമായ പ്രതികരണമായിരുന്നു പ്രിയങ്കയുടേത്. പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളോട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി രൂക്ഷമായി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് സാഹചര്യം, SIR, മലിനീകരണം എന്നിവ വലിയ വിഷയങ്ങളാണ്. നമുക്കവ ചർച്ച ചെയ്യാം. പാർലമെന്റ് എന്തിനാണ്? അത് നാടകമല്ല. വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും ഉന്നയിക്കുന്നതും നാടകമല്ല. പൊതുജനങ്ങൾക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ജനാധിപത്യ ചർച്ചകൾ അനുവദിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ നാടകം, അവർ തിരിച്ചടിച്ചു. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ജനാധിപത്യപരമായ കടമയാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനു മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി മോദി പ്രതിപക്ഷത്തിനെതിരെ വിമർശനമുയർത്തിയത്. ശീതകാല സമ്മേളനം നാടകീയതയ്ക്കുള്ള വേദിയാക്കി മാറ്റരുതെന്ന് പ്രതിപക്ഷ നേതാക്കളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷം കളിച്ചുകൊണ്ടിരുന്ന തന്ത്രങ്ങൾ ഇനി ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും അവർ തന്ത്രം മാറ്റണമെന്നും അദ്ദേഹം പരിഹസിച്ചു. നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് ചെയ്യാം. ഇവിടെ നാടകമല്ല, അവതരണമാണ് വേണ്ടത്. മുദ്രാവാക്യങ്ങൾക്കല്ല, നയങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടതെന്ന് മോദി കൂട്ടിച്ചേർത്തു. ആദ്യമായി MPമാരായവർക്ക് അവരുടെ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കണമെന്നും പാർലമെന്റ് നാടകത്തിനുള്ള ഇടമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 14 ബില്ലുകളുടെ അവതരണമുൾപ്പെടെ വിപുലമായ നിയമനിർമ്മാണ അജണ്ടയുമായിട്ടാണ് സർക്കാർ ഈ വർഷത്തെ ശീതകാല സമ്മേളനം ആരംഭിച്ചത്. എന്നാൽ ഇത്തവണത്തെ സമ്മേളനത്തിന് 15 സിറ്റിംഗുകൾ മാത്രമേയുള്ളൂ, സാധാരണ 20-ൽ നിന്ന് കുറവ്. ഇത് സമീപ വർഷങ്ങളിലെ ഏറ്റവും ചുരുങ്ങിയ ശൈത്യകാല സെഷനുകളിൽ ഒന്നാണ്. ഡൽഹി ഭീകരാക്രമണം, നിരവധി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ആത്മഹത്യകൾ, ദേശീയ സുരക്ഷാ ആശങ്കകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമ്മേളനത്തിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് സർക്കാർ പാർലമെന്റിനെ ദുർബലപ്പെടുത്താനും ചർച്ചകൾ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു.